ഇപ്പോൾ അജയ് തറയിൽ നമുക്കൊപ്പം ചേരുന്നു. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അജയ് തറയിൽ, എങ്ങനെയാണ് ഈ ഒരു നിർണായക SITയുടെ നീക്കത്തോട് പ്രതികരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ അവിടെ നിന്നുള്ള സ്വർണ്ണപ്പാളികളിൽ നിന്നും കെമിക്കൽ പ്രോസസ്സിലൂടെ ഉരുക്കി മാറ്റിയ സ്വർണം 402 ഗ്രാം സ്വർണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അത്രയും സ്വർണം അത് കണ്ടെടുത്തത് തൊണ്ടിമുതൽ കണ്ടെടുത്തത് ഈ കേസിന്റെ ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടമാണ്. അല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഈ ഗോവർദ്ധനും വെച്ചുകൊണ്ട് ഈ തൊണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നു, കട്ട മുതൽ കണ്ടുപിടിച്ചു, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഈ കേസ് വളരെ ദൂരവ്യാപകമായി ഉണ്ടായ ഒരു കോൺസ്പിറസി 2018 8-ാം തീയതി 6-ാം മാസം ഉണ്ടായ ഒരു മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിന് മാത്രമല്ല, ശബരിമലയിലെ ശ്രീകോവിലിന്റെ കഥകൾ ഇവയിൽ നിന്നെല്ലാമുള്ള സ്വർണം അടിച്ചു മാറ്റി പുതിയ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ആ സ്ട്രോങ് റൂമിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ എനിക്ക് തരാമോ, അതിലെ സ്വർണം കൂടി എടുത്താൽ കാര്യങ്ങൾ നടക്കുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്ട്രോങ് റൂമിൽ ഒരു ദ്വാരപാലക ശില്പം, ശ്രീകോവിലിന് മുന്നിൽ ഒരു ദ്വാരപാലക ശില്പം, ആക്ച്വൽ ദ്വാരപാലക ശില്പം ഇവര് വിറ്റ് കാശ് വാങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം പോകണം. ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വ്യത്യസ്തമായി ഹൈക്കോടതി പറഞ്ഞ പോലെ 2019 കാലഘട്ടങ്ങളിലെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളിലേക്ക് പോകണം, ഇന്നത്തെ ഭരണാധികാരികളിലേക്ക് പോകണം, ഇതിന് മുഴുവൻ തെറ്റുകാരിലേക്ക് പോകണം. അല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ മുരാരി ബാബുവിനെയും ഗോവർദ്ധനെയും ചുറ്റിപ്പറ്റി കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അജയ് തറയിൽ, താങ്കളുടെ നിരീക്ഷണത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഇവരിലല്ലാതെ മറ്റാരിലേക്കൊക്കെ ഈ അന്വേഷണം നീളേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത്? അല്ല, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഇതിന് ഉത്തരവാദികളായ ആളുണ്ടല്ലോ. തീർച്ചയായും ഇത് ഈ ഉത്തരവാദികൾ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയാണ്. അത് മുരാരി ബാബു എഴുതി കൊടുക്കുന്നു ചെമ്പുപാളിയാണെന്ന്. വർഷങ്ങളോളം അവിടെ വരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അവിടെ മുന്നിൽ നിൽക്കുന്ന, അന്ന് കോവിഡ് ഇല്ല, അതുകൊണ്ട് അവിടെ തൊട്ട് മുന്നിൽ നിൽക്കാം, അവർക്ക് അത് സ്വർണമല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ മുരാരി ബാബു എഴുതി കൊടുത്തു എന്ന് പറയുന്നതും അതിനു മുമ്പ് ദേവസ്വം ബോർഡ് മിനിസ്റ്റർ തീരുമാനമുണ്ട് ചെമ്പുപാളിയാണെന്ന്, ദേവസ്വം കമ്മീഷന്റെ കത്തുണ്ട് ചെമ്പുപാളിയാണെന്ന്. അപ്പൊ ചെമ്പുപാളിയാണ് എന്ന് വ്യാജരേഖയുണ്ടാക്കി, ആ വ്യാജരേഖ ഉണ്ടാക്കിയത് സെക്രട്ടറി വെട്ടിത്തിരുത്തതാണെന്ന് ഇവർ പറയുന്നു. അല്ല, ദേവസ്വം ബോർഡ് തീരുമാനമാണെന്ന് ദേവസ്വം ബോർഡ് മിനിസ്റ്റർ പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പ്രതികളല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഒരു കളവ് മുതല് കക്കാൻ വേണ്ടി കൂട്ടുനിന്നവൻ, ഇന്നാ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ കയ്യിൽ കൊടുത്തവൻ, അവൻ ഉത്തരവാദിയല്ല, അത് കൊണ്ടുപോയവൻ മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നതിനകത്ത് യോജിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പറ്റില്ല. ഇതൊരു റോപ്പാണ്, ലോങ് റോപ്പാണ്. ആ റോപ്പിന്റെ ഒരു അഗ്രം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിട്ടുള്ളത്. ആ റോപ്പ് കൂടുതൽ അങ്ങോട്ട് ചെല്ലാൽ വലിയ 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 തിമിംഗലങ്ങളെ ഇതിന്റെ പിന്നിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകണം. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും അവസാനിപ്പിക്കാൻ ശ്രമമെങ്കിൽ ഒരു കാരണവശാലും UDF ആ കാര്യത്തിൽ സമ്മതിക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.